നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗ് റിയാക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഇപ്പം ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഡ്രഗ്സ്, അതിൻ്റെ ഉപയോഗം, അതിനുശേഷം ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ, സെറ്റിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഉയർന്നിരിക്കുന്ന രണ്ട് മൂന്ന് നടന്മാരുടെ പേരുകളുണ്ട്. ഇപ്പം അതിനോടനുബന്ധിച്ച് ഇപ്പം അടുത്ത് വേറെ പുതിയൊരു പ്രശ്നം ഉണ്ടായി ഇരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വിൻസി അലോഷ്യസ് ഈ അടുത്തൊരു ഒരു ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനിൽ വെച്ചിട്ട് വിൻസി അലോഷ്യസ് പറയുകയുണ്ടായി, ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ അവർ സിനിമയിൽ സഹകരിക്കില്ല എന്നവർ പറയുകയുണ്ടായി. അതിനുശേഷം എന്താണ് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകളും കാര്യങ്ങളൊക്കെ അവർക്ക് വരികയുണ്ടായി. കാര്യം നിങ്ങൾ ആരാണ്, ഒരു സൂപ്പർ സ്റ്റാർ ആണോ, ഇങ്ങനത്തെ ഒരു ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എന്താണ് വിലയുള്ളത്, അല്ലെങ്കിൽ നിനക്ക് എവിടെയാണ് സിനിമയുള്ളത്, അതും അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ അവിടെ അവരുടെ മുമ്പിലോട്ട് വന്നു. കാര്യം അവരുടെ നിലപാട് മുമ്പോട്ട് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായത്. അതിനുശേഷം വിൻസി അലോഷ്യസ് ഒരു വീഡിയോ ഇടുകയുണ്ടായി. അവരൊരു സെൽഫി വീഡിയോ ഇടുകയുണ്ടായി. ഈ ഒരു സംഭവത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരൊരു വീഡിയോ ഇടുകയുണ്ടായി. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, വെൻ ഐ എം ഒരു ഒരു ഷോർട്ടിനല്ല, ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ടേബിൾ. സോ ഭയങ്കര എവിഡൻ്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. എൻ്റെ സഹപ്രവർത്തകയോടും, അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര, ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. ഈ വീഡിയോയിലൂടെ വിൻസി അലോഷ്യസ് ആക്ച്വലി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അവർ നേരിട്ട കുറച്ച് പ്രശ്നങ്ങളാണ്. അവർ എന്താണ് അവിടെ ആക്ച്വലി ആ സിനിമ സെറ്റിൽ അവരെന്താണ് ആക്ച്വലി നേരിട്ട് എന്നുള്ളതാണ് പറഞ്ഞു കിട്ടുള്ളൂ. അതായത് എൻ്റെ ഇത് പറഞ്ഞു വെച്ചാൽ ആ നടന് ഇവരോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി. അതായത് ഇപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന നേരത്ത് ഞാനോട് കൂടെ വരട്ടെ എന്നൊക്കെ പറയുന്നത് സെക്ഷുവലി ഉള്ളൊരു ഹറാസ്മെന്റ് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് വൈറ്റ് പൗഡർ അവർ സ്പിറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് പൗഡർ സ്പിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് MDMA അല്ലെങ്കിൽ കൊക്കേനോ എന്തെങ്കിലും അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒരു മയക്കുമരുന്നായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായി. ഇത് ഉണ്ടായതിന് ശേഷം പിന്നീട് അവർ ഇന്റേണൽ കമ്മിറ്റിക്ക് അവർ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. സജി നന്ദിയാട്ട് എന്ന് പറഞ്ഞ ആളായിരുന്നു പറഞ്ഞത്, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് തരാം. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം, ഈ ഒരു നടൻ്റെ പേര് വ്യക്തമാക്കരുത്, അല്ലെങ്കിൽ പുറത്താക്കരുത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ പേര് പുറത്താക്കരുത് എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ കാര്യം അവർ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആക്ടർ ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ തന്നെ ഭാഗമാണ് അയാൾ. അപ്പോൾ ഈ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോൾ സിനിമയെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുകയും ഒരുപാട് ആൾക്കാരുടെ ജീവിതം അതുകൊണ്ട് ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും. ഈ സംവിധായകരാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് ആ ഒരു കാര്യം മാറും. ആ ഒരു നടൻ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു നടനെ മൊത്തം റീപ്ലേസ് ഒക്കെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് മലയാള സിനിമയാണ്. റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അത്രയധികം നഷ്ടങ്ങളൊക്കെ ആ സിനിമ നേരിടും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് പുറത്ത് വിടരുത് എന്നായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പേര് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സിനിമയുടെ പേര് പുറത്ത് വിടരുതെന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സജി നന്ദിയായിട്ട് ആ ആ കാര്യം ലീക്കാക്കുകയും, മീൻസ് ഇന്ന് രാവിലെ ലീക്കാവുകയും ഷൈൻ ടോം ചാക്കോയാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയാണ് ആ നടൻ എന്നുള്ള രീതിയിലോട്ട് അത് പുറത്ത് വരികയും ചെയ്തു. കാര്യം എനിക്കൊന്ന് ഇവർക്ക് തമ്മിൽ നേരത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഈ നേരത്തെ ഷൈൻ ടോം ചാക്കോയുടെ പേരിൽ ഒരുപാടധികം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഒന്ന് ഷൈൻ ടോം ചാക്കയും പിന്നെ അതുപോലെ നമ്മുടെ
ബാസി പുള്ളിയുടെ പേരിലുമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം ഈ അടുത്ത് തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെട്ടപ്പോൾ ഇവർ 2 പേരാണ് മുമ്പോട്ട് വന്നത്. കാര്യം സപ്ലയേഴ്സ് പറഞ്ഞത് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തു ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തേഞ്ഞു മാഞ്ഞു പോയി. പിന്നെ അതുപോലെ നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയുടെ പണ്ടത്തെ ഒരു കേസ് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആ കേസ് സംഭവിച്ചത്. അന്നും ലേയുടെ പേരിലാണ് അദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നീട് ഒരു തെളിവുകളും അല്ലെങ്കിൽ പോലീസിന്റെ നടപടി ക്രമങ്ങൾ കറക്റ്റ് ആകാത്തതുകൊണ്ട് തന്നെ ആ ലൂപ്പ് ഹോളിൽ തന്നെ അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയും വീണ്ടും ഇങ്ങനെ സംഭവം ഉണ്ടായി. പക്ഷെ അവരവിടെ കമ്പനിയിൽ കൊടുത്തതിന് ശേഷം പേര് പുറത്ത് പറയുന്നത് പക്ഷേ പുറത്ത് പറഞ്ഞാൽ ലീക്കായി ബോഡി അത് വലിയൊരു വിഷയമായിട്ട് മാറി. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന വീഡിയോകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേയധികം പ്രശ്നങ്ങളാണ് ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ബ്രേവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യം രാവിലത്തെ അവരുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ അവരുടെ വായിൽ നിന്ന് അയാളുടെ പേര് പറയുന്നില്ല. ഈവൻ സിനിമയുടെ പേര് പറയുന്നില്ല. ഓക്കെ. അത് പറയാത്തതിൻ്റെ അവർ മെയിൻ ഒരിത് പറഞ്ഞാൽ അവർക്ക് ആ ഒരു പേര് പറഞ്ഞതുകൊണ്ട് ബാക്കി പ്രൊജക്ട്സുകളെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ പേര് പറയാണ്ടിരുന്നത്. അതെന്തായാലും അത് അവരുടെ ഡിസിഷനാണ്. പക്ഷേ എന്നിരുന്നാലും ആ സംഭവങ്ങൾ പുറത്ത് വന്നു. പക്ഷെ അവരൊരു ബ്രേവ് സ്റ്റെപ്പാണ് എടുത്തത്. കാര്യം അവർക്ക് അത്രയധികം ബോധമുണ്ട്. കാര്യം ഈ ഒരു കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് അത്ര ധൈര്യമുണ്ട്. കാര്യം നാളെ ഒരു സിനിമ ഇല്ലെങ്കിൽ തന്നെ അവർ ഇതിനകത്ത് പറഞ്ഞതും വെച്ചാൽ ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ജീവിക്കാനുള്ള വഴി അവർക്കറിയാം. അപ്പോൾ ഈ സിനിമ കൊണ്ട് മാത്രമല്ലല്ലോ ഒരു വ്യക്തി ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ അവർ തുറന്നടിച്ച് പറഞ്ഞത് വലിയൊരു മാറ്റത്തിനൊരു കാരണമായേക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ അയാൾ സെറ്റിൽ വന്ന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാര്യം ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പ്രകോപനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണല്ലോ നാളത്തെ പലയധികം കാര്യങ്ങൾക്കൊരു സൊല്യൂഷനായിട്ട് മാറുന്നത്. കാര്യം എന്താ പറയുക ഇവരിപ്പം പലരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇല്ലീഗായിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുക എന്നുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഒരു സ്വയം രീതിയിൽ അത് ഏർപ്പെടുത്ത് അവർ ചത്തുപോവുക അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ്. പക്ഷേ ഇത് സാധനങ്ങൾ ഉപയോഗിച്ച് സെറ്റിൽ വന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കാര്യം ഒരു വ്യക്തി ലഹരിയിൽ അടിമയായിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചതിന് ശേഷം സെറ്റിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഷൂട്ടിൽ താമസിച്ച് വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 10,000 റീടേക്കുകൾ പോയേക്കാം. അല്ലെങ്കിൽ ആ ക്യാരക്ടറോട്ട് എത്താൻ അയാൾക്ക് പറ്റാതെ വരും. അയാൾക്ക് മൂഡില്ലാണ്ട് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അപ്പം എന്നിരുന്നാലും ഈ ഒരു സ്റ്റെപ്പ് അവർ കാണിച്ചത് ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് ഒരു ബ്രേവ് ഡിസിഷനാണ്. അപ്പോൾ എന്തായാലും അവർ ഐസിയിൽ കൊടുത്ത് കംപ്ലയിൻ്റ് അവർ പിൻവലിക്കാൻ പോവുകയാണെന്ന് ആണ് പറഞ്ഞത്. കാര്യം അവർ ഓൾറെഡി പേര് പറഞ്ഞിട്ടും ഇയാളുടെ പേര് പുറത്താക്കുകയും സിനിമയുടെ പേര് പുറത്താക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് പരാതി പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ അമ്മയിലും ഒക്കെ കൊടുത്ത് കമ്പനി അവർ പിൻവലിക്കുന്നില്ല എന്നുമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഷീ ഈസ് വെരി ബ്രേവ്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് സ്റ്റെപ്പ്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സംഭവം കൊണ്ടായപ്പം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പഴയ ഒരു സിനിമ ഉണ്ടായിരുന്നു, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അത് തന്നെ അതിൻ്റെ സത്യനന്ദിക്കാടിൻ്റെ സിനിമയായിരുന്നു. അതിൽ ജയറാമുണ്ട്, തിലകനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം തിലകൻ എന്ന് പറയുന്നത് മികച്ചൊരു നടനാണ്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആ പഴയകാല നടന്മാരും ഒക്കെ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പുള്ളി ഒരുപാട് മദ്യപിക്കുമായിരുന്നു. അല്ലെങ്കിൽ മദ്യപിക്കുന്നുള്ള പുള്ളിയുടെ കാര്യമാണ്. പക്ഷേ പുള്ളി മദ്യപിച്ച് സെറ്റിൽ വരുമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അത് അങ്ങനെ തന്നെയാണ് സത്യനന്ദിക്കാടിൻ്റെ ഈ സിനിമയിലെ ഒരു ഷൂട്ടിംഗ് ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളിയെ ഷോട്ടിന് വേണ്ടി വിളിക്കാൻ നേരം പുള്ളി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം സത്യനന്ദിക്കാട് പുള്ളിയെ അത്ര അത്യാവശ്യമുള്ള സീനുകളിൽ മാത്രമാണ് അഭിനയിപ്പിച്ചത്. പിന്നീട് അതിനുശേഷം സത്യനന്ദിക്കാട് എനിക്ക് തോന്നുന്നു വേറൊരു സിനിമയിലും തിലകൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അതായിരുന്നു സത്യനന്ദിക്കാട് എടുത്തൊരു തീരുമാനം. കാര്യം സി മദ്യമെന്ന് പറയുന്നത് മോസ്റ്റ്ലി വൈഡ്ലി സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡ്രിങ്കാണ്. അത് ഒരാൾ വീട്ടിൽ പോയിരുന്ന് കഴിക്കുന്നതും അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതൊന്നും ആർക്കും ഇടപെടാനുള്ള ഒരു അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ട് ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. അതൊരു വർക്ക് എത്തിക്സിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് കൂടുതൽ സിനിമ വിശേഷങ്ങളുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.